ജൂൺ മാസം 26-ാം തീയതി വ്യാഴാഴ്ച മുതൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിനായി ഒരുങ്ങുകയാണ്. നാഷണൽ ഹൈവേയിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട അധികാരികൾക്ക് പലതവണ നിവേദനം നൽകിയെങ്കിലും യാതൊരുവിധ പരിഹാരവും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ പെരിന്തൽമണ്ണയിൽ നിന്നും പുറപ്പെടുന്ന മഞ്ചേരി, മലപ്പുറം, കോട്ടയ്ക്കൽ, വളാഞ്ചേരി, വലമ്പൂർ, കൂട്ടിൽ, മറ്റ് ഉൾപ്രദേശങ്ങളിലേക്കുമുള്ള മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവയ്ക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. മേൽപ്പാലത്തിലെ നിലവിലെ കുരുക്കും പാലത്തിന് മുൻപിലായി രൂപപ്പെട്ട വലിയ കുഴികളും ഗതാഗതക്കുരുക്കും കാരണം സർവീസ് സമയക്രമം പാലിച്ച് ഓടാൻ കഴിയുന്നില്ല. നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനത്തിൽ വലിയ തോതിലുള്ള കുറവും വലിയ മാനസിക പ്രയാസവും നേരിടുന്നുണ്ട്. ഹോസ്പിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിലേക്ക് രോഗികളുമായി വരുന്ന ആംബുലൻസുകൾക്കും ഇതുവഴി കടന്നുപോകുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്കും നിത്യ ദുരിതത്തിന് പരിഹാരം കാണേണ്ട ബന്ധപ്പെട്ട അധികാരികൾ ഗുരുതരമായ അലംഭാവമാണ് കാണിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് 26-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുവാൻ നിർബന്ധിതരായത്. ബസ് തൊഴിലാളികൾക്ക് മാത്രമല്ല, ഈ ദുരിതമനുഭവിക്കുന്ന പൊതുസമൂഹം ഈ സമരത്തോടുകൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നാണ് ബസ് തൊഴിലാളികൾക്ക് പറയാനുള്ളത്. 2 ദിവസമായിട്ട്, അതായത് ജൂൺ 26-ാം തീയതി മുതൽ 2 ദിവസമായിട്ട് പെരിന്തൽമണ്ണയിൽ നിന്നും മലപ്പുറം, മഞ്ചേരി, നിലമ്പൂർ, കോട്ടക്കൽ, വളാഞ്ചേരി എന്നീ ഭാഗങ്ങളിലേക്ക് ബസ് സർവീസുകളില്ല. കാരണം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ നിന്നുള്ള ബ്ലോക്കും പിന്നെ റോഡിന്റെ മോശമായ രീതി. ഞാൻ എന്തായാലും അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന്റെ ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്കുള്ള സ്ഥലങ്ങളിലൊന്നായ അങ്ങാടിപ്പുറം പാലത്തിന് സമീപത്തെ മറ്റൊരു ദുരിതക്കാഴ്ചയാണ് ഇത്. ജൂബിലി ജംഗ്ഷൻ മുതൽ വൺ വേ തെറ്റിച്ച് എതിർ റോഡിലൂടെ ബൈക്കും, കാറും, ബസ്സും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. പാലത്തിന്റെ തിരക്കിൽ നിന്നും രക്ഷപ്പെട്ട് പെരിന്തൽമണ്ണയിലേക്ക് വേഗത്തിൽ പോകുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാൻ സാധ്യത കൂടുതലാണ്. അധികാരികൾ ഇടപെട്ടില്ലെങ്കിൽ പരിഹാരമില്ലാത്ത ബ്ലോക്കിനു പുറമെ അപകടങ്ങൾക്കും സാക്ഷിയാകേണ്ടി വരും. ഇതാണ് സ്ഥിതി, നിങ്ങൾ കണ്ടില്ലേ? അതായത് മലപ്പുറം ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഒരാടം പാലം മുതൽ പിന്നെ അങ്ങാടിപ്പുറം മേൽപ്പാലം കഴിഞ്ഞ് ജൂബിലി ജംഗ്ഷൻ വരെ വലിയൊരു നിരയാണ്. 3 വരിപ്പാത പോലെയാണ് വാഹനങ്ങളുള്ളത് അങ്ങാടിപ്പുറം പാലത്തിൽ. അതായത് റോഡിന്റെ 2 സൈഡിൽ ബസ്, കാറ്, അതുപോലത്തെ 4 വീലേഴ്സ് വാഹനങ്ങൾ. പിന്നെ റോഡിന്റെ സെൻട്രലിലൂടെ നമുക്ക് പോകുന്നത് ബൈക്കുകൾ. ഈ ഒരു അവസ്ഥയാണ്. ഇനി പെരിന്തൽമണ്ണ എന്ന് വരികയാണെങ്കിലോ, ബ്ലോക്കെല്ലാം കഴിഞ്ഞ്, അതായത് പാലെല്ലാം കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നത് വലിയ കുഴികളിലേക്ക്. റോഡിന്റെ സെൻട്രലാണ് ഈ കുഴികളുള്ളത്. നിങ്ങൾ ആലോചിക്കണം, നമ്മളെ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സിറ്റി ഒരുപാട് ഹോസ്പിറ്റൽ, അതായത് 3-4 വലിയ പേരുകേട്ട ഹോസ്പിറ്റലുള്ളൊരു സിറ്റിയാണ്. ഇങ്ങോട്ട് പോകുന്ന എമർജൻസി ആയിട്ട് പോകുന്ന ആംബുലൻസുകൾ ഈ വഴിയിലൂടെ, അതായത് ഈ പാലത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ സൈഡ് കൊടുക്കാനുള്ള ഒരു ഏരിയ പോലും ഈ പാലത്തിലില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ പോകുന്ന ഒരു വഴിയായിരിക്കാം. ഞാൻ എന്തായാലും മാസത്തിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം എന്തായാലും ഞാൻ ആ വഴിക്ക് പോകുന്ന ഒരാളാണ്. ഈ ബസ് സമരവുമായി ബന്ധപ്പെട്ട് ബസ് തൊഴിലാളി യൂണിയൻ, അതായത് DBTU, CITU പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ഭാരവാഹിക്കും പിന്നെ സെക്രട്ടറിക്കും എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞങ്ങള് ബസ് തൊഴിലാളി DBTU, CITUവിൻ്റെ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ, ഞാൻ ജില്ലാ ഭാരവാഹി, അതുപോലെ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ഹംസ, വൈസ് പ്രസിഡന്റ് രവികുമാർ. ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അധികാരികൾക്ക് കത്ത് കൊടുത്തതാണ്. യൂണിയൻ ലെറ്റർ പേഡ് കൊടുത്തു. ഇന്ന് ഒരാഴ്ച കഴിഞ്ഞു, ആരും ഇതുവരെ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ 26-ാം തീയതി അനിശ്ചിതകാല സമരത്തിനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്, ലെറ്ററും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മറ്റന്നാളാണ്, മറ്റന്നാൾ സമരം നടക്കും എന്നാണ് പറയാനുള്ളത്. എല്ലാ ഭാഗത്തും ഉണ്ടോ? എങ്ങനെയാണ്? എല്ലാ ഭാഗത്തും ഇല്ല. അങ്ങാടിപ്പുറം വഴി കടന്നു പോകുന്ന ബസ്സുകൾ, കോട്ടക്കൽ, വളാഞ്ചേരി, മലപ്പുറം, മഞ്ചേരി എന്നീ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ് ഇപ്പോൾ സമരത്തിലുള്ളത്. ഇത് 2 ദിവസം കൊണ്ട് പരിഹാരം ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ, പെരിന്തൽമണ്ണ താലൂക്ക് അടിസ്ഥാനത്തിൽ സമരവുമായി മുന്നോട്ട് പോകാനുള്ള ആലോചനകൾ വേറെ നടത്തും. ഈ അനാസ്ഥ ആരുടെ ഭാഗത്താണ് ശരിക്കും? അനാസ്ഥ ആരുടെ ഭാഗത്ത് വെച്ചാൽ ഇതിൻ്റെ കാര്യങ്ങൾ മറ്റേ നാഷണൽ ഹൈവേ ബന്ധപ്പെട്ട് സംസാരിച്ചാൽ അവർ കുഴി അടക്കണം എന്ന് പറയും. MLA പറയണു അവിടെ ഒരു ബ്ലോക്കും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല.
പണ്ട് 20 പ്രാവശ്യം 10 മിനിറ്റ് ഇറച്ചിരുന്ന 2 മണിക്കൂറും 10 മിനിറ്റും ആ ബ്ലോക്ക് ഇപ്പൊ വരുന്നില്ല. MLA ഇപ്പോ ഒരു ക്ലിപ്പ് കണ്ടു. അതെ, MLA കുഴപ്പമാണോ അതോ ഇനി ഇവിടുത്തെ PWD കുഴപ്പമാണോ പഞ്ചായത്തിന്റെ കുഴപ്പമാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കാരണം എവിടെ അന്വേഷിച്ചാലും ഇതിന്റെ ഒരു അധികാരിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നാഷണൽ ഹൈവേ ആണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ അതിന് ഒരു ഇവിടെ മറ്റേ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ ഞങ്ങൾ പോയി അന്വേഷിച്ചു. അപ്പൊ അവര് പറഞ്ഞത് 10 ദിവസമെങ്കിലും അവർക്ക് ബ്ലോക്കായി കിട്ടണം റോഡ്. അതിന് ഇവരെ ഇവിടെ വിചാരിച്ചിട്ട് കാര്യമല്ല. SP തലത്തിലും കലക്ടർ തലത്തിലും ചർച്ച നടന്നാലേ ഇതിന് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് അവര് പറഞ്ഞു. പിന്നെ ഈ ബസ് ഓടിക്കുന്ന തൊഴിലാളികളെ മാനസിക വിഷമം. രാവിലെ 6 മണിക്ക് വണ്ടി എടുക്കുന്നത് 5 മണിക്ക് എണീറ്റ് വീട്ടിൽ നിന്ന് പോന്നിട്ടാണ് ഈ തൊഴിലാളികൾ വണ്ടി എടുക്കുന്നത്. രാത്രി 10 മണി വരെ പണിയെടുത്തിട്ട് ആ തൊഴിലാളിക്ക് കിട്ടുന്നത് 300-400 ആണ്. ജീവിക്കാൻ ആവശ്യമായൊരു പൈസ കിട്ടുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികളൊക്കെ നല്ല പ്രതിഷേധത്തിലാണ്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുമായി ബന്ധപ്പെട്ട് ഇന്നേക്ക് ഏതാണ്ട് 7 ദിവസത്തോളമായി അധികാരികൾക്ക് മുന്നിൽ ഞങ്ങൾ സമര നോട്ടീസ് കൊടുത്തിട്ട് അവിടെ ആ റോഡ് അടച്ചുകൊണ്ട് അവിടെ പണിയെടുക്കാമെന്ന് മുന്നേ ഹൈവേ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതങ്ങനെ നീട്ടിക്കൊണ്ടുപോയായിരുന്നു. ഇപ്പോൾ സമരം ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ലാതായിരിക്കുന്നു ഞങ്ങളുടെ മുന്നിൽ. കാരണം അതുവഴി കടന്നു പോകുന്ന ഏതൊരാൾക്കും, ബസ് തൊഴിലാളികളെ സംബന്ധിച്ച് മാത്രമല്ല, അതുവഴി കടന്നു പോകുന്ന പൊതുജനങ്ങളുണ്ടല്ലോ, അവർക്കും എല്ലാവർക്കും അറിയാം അവിടുത്തെ ഒരു പ്രയാസം. അപ്പോൾ അവരുടെ ആ പ്രതിഷേധം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഗത്യന്തരമില്ലാതെ ബസ് നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് പോയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഈ ബ്ലോക്കിന്റെ അവസാനം കാണട്ടെ. എന്തായാലും വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒരു വഴി എന്നുള്ളത്.